നിന്റെ കയ്യിലെ ചോരപ്പാട് കഴുകിക്കളയും മുമ്പ് നീ നിന്റെ കൂട്ടാളി രമാദേവിയുടെയും ഭദ്രന്റെയും കയ്യിൽ നിന്റെ അച്ഛന്റെ ചോരക്കറ പറ്റിയിട്ടുണ്ടോ എന്ന് പോയി നോക്ക്. അതടാ. ഹലോ 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 സാറേ, ഇതിനകത്ത് റേഞ്ച് കുറവാ. പുറത്തിറങ്ങിയാൽ ചിലപ്പോൾ കിട്ടും. ആ ഹലോ ശിവദാസ, നരേന്ദ്രൻ. അതെ, നരേന്ദ്രൻ തന്നെ. കൂടുതൽ അടുത്തറിയുന്നവർ നരിയെന്ന് വിളിക്കും. നീ എന്താ ഇവിടെ? ശിവദാസ, ഞാൻ വന്നതേ ഉപദ്രവിക്കാനല്ല, സംരക്ഷിക്കാനാ. ജയിൽവാസം ചില തിരിച്ചറിവുകളൊക്കെ തന്നു കാണുമല്ലോ. ഇനിയെങ്കിലും എന്റെ കൂടെ നിന്നുകൂടെ തനിക്ക്? നിന്റെ കൂടെ നിൽക്കാനോ? എന്റെ തമ്പുരാനെയും തമ്പുരാട്ടെയും ചതിച്ചു കൊന്നുവരാ നീ. എന്താണ് ശിവദാസ ഇതൊക്കെ? തമ്പുരാനും തമ്പുരാട്ടിക്കും തീപ്പൊള്ളിലേക്കുമ്പോ നീയും നിന്റെ കുടുംബം അല്ലായിരുന്നോ കൂടെ? ആ സമയത്ത് ഞാൻ ആ പരിസരത്ത് പോലും ഉണ്ടായിരുന്നില്ല. പിന്നെങ്ങനാ ഞാൻ തമ്പുരാനെയും തമ്പുരാട്ടിയും കൊല്ലുന്നത്? അല്ല, കള്ളം പറഞ്ഞാലും അതിനൊരു ലോജിക്ക് വേണ്ടേ? അപ്പോഴത്തെ ഒരു മാനസികാവസ്ഥയില് കോടികൾ വില മതിക്കുന്ന മണിമാല തട്ടിയെടുക്കാൻ വേണ്ടി തമ്പുരാനെയും തമ്പുരാട്ടിയെയും നീ കൊന്നു. അതെ, നാട്ടിലുള്ള കൊച്ചു കുട്ടികൾ മുതല് കുഴിയിലോട്ട് കാല് നീട്ടി ഇരിക്കുന്നവർക്ക് വരെ അറിയാവുന്ന കഥയാ. കഥ മെനഞ്ഞത് നീയല്ലേ? അതെന്തെങ്കിലും ആയിക്കോട്ടെ. ഞാനിപ്പോ വന്നത് ആ മണിമാലയുടെ ഡീലിങ്സിന്. അതിങ്ങ് തന്നേക്ക്. വെറുതെ വേണ്ട. പകരമായിട്ട് ഞാൻ ശിവദാസനെ ജയിലിൽ നിന്ന് പുറത്തിറക്കി തരാം. എല്ലാ കാര്യത്തിനും കൂടെ നിൽക്കുകയും ചെയ്യും. അല്ലാതെ അതിബുദ്ധി കാണിച്ച് എന്റെ കയ്യിൽ ഇനിയും ചോര പറ്റിക്കരുത്. നരേന്ദ്ര, നിന്റെ കയ്യിലെ ചോരപ്പാട് കഴുകിക്കളയും മുമ്പ് നീ നിന്റെ കൂട്ടാളി രമാദേവിയുടെയും ഭദ്രന്റെയും കയ്യിൽ നിന്റെ അച്ഛന്റെ ചോരക്കറ പറ്റിയിട്ടുണ്ടോ എന്ന് പോയി നോക്ക്. അതടാ. നിന്റെ അച്ഛനെ കൊന്നതിന്റെ പിന്നിൽ ആരാണെന്ന് ചെന്ന് അന്വേഷിക്ക്. ആരാ? മുറി മാറി കയറിയ സാറേ. ഈ 306 എവിടെയാ? റിസപ്ഷനിൽ ചോദിച്ചാൽ മതി. താങ്ക്സ്. ആരാ അത്? എനിക്കറിയില്ല.
ഇത് തന്റെ മൊബൈലാണോ? അതെ സാർ. താൻ ആ റൂമിൽ വെച്ച് വളർന്നോ? ഓ താങ്ക്സ്. ഭദ്രേട്ടാ, ഇന്ന് രാത്രി റൂമിൽ നിന്നും ശിവദാസനെ മോർച്ചറിയിലേക്ക് മാറ്റിയിരിക്കണം. മോർച്ചറിയിലേക്ക് മാത്രമല്ല കുഞ്ഞോളെ, പറ്റുമെങ്കിൽ ശിവദാസനെ ഇന്ന് തന്നെ പോസ്റ്റ്മോർട്ടം ടേബിളിൽ കിടത്തിക്കും. ഞാൻ വന്നിറങ്ങിയ ഉടനെ അവർ വിളിച്ചു. അവരിപ്പം ഇങ്ങോട്ട് വരും. കുഞ്ഞോളും കൂടി അവരോട് കാര്യങ്ങളൊക്കെ പറഞ്ഞൊന്ന് ചൂടാക്ക്. ഇല്ല ഭദ്രേട്ടാ, ഇത് ഞാൻ ഇടപെട്ട കൊട്ടേഷനാണെന്ന് തൽക്കാലം ആരും അറിയണ്ട. എന്റെ പേര് ഒരിടത്തും ഭദ്രേട്ടൻ പറയുകയും ചെയ്യരുത്. ഓ, അങ്ങനെയാണല്ലേ കാര്യങ്ങൾ. അതോർത്ത് കുഞ്ഞോട് ടെൻഷൻ അടിക്കണ്ട. ഈ പദ്ധതിയുടെ പിന്നിൽ കുഞ്ഞോളുണ്ടെന്ന് ഒരു പൂച്ച കുഞ്ഞു പോലും അറിയാൻ പോകുന്നില്ല. കുഞ്ഞോട് ചെന്ന് ശിവദാസിനെ കണ്ടിട്ട് വാ. ആ മഹി, നിങ്ങൾ സംസാരിക്കും. ഇങ്ങനെ വിഷമിക്കല്ലേ. സമാധാനം ഇരിക്കെ. എനിക്കൊന്നുമില്ല. എന്താ ഇത്? എനിക്ക് ഒന്നും പറ്റിയിട്ടില്ലേ സീതേ? ജയിലിൽ വെച്ച് ഞാനൊന്ന് കാല് വിഴുതി വീണതാ. അമ്മ എന്താ ഇത്?